ഹായ്, നമുക്ക് നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം. നമ്മൾ ഒന്നുകിൽ ഷേവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സലൂണിലൊക്കെ പോയി വാക്സ് ചെയ്യാണ് ചെയ്യുന്നത്. വാക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിൻ തൊലിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിച്ചിട്ട് നമ്മൾ ഷേവ് തന്നെ ചെയ്യും. അപ്പോൾ നമ്മളൊരു വൈറൽ പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മളൊന്ന് വാക്സ് ചെയ്ത റിസൾട്ട് എന്താണെന്ന് നോക്കാമേ. ഇതാണ് ആ പ്രോഡക്റ്റ്. ദ വെൽനസ് ഷോപ്പിൻ്റെ ടർമറിക് ഫേഷ്യൽ ഫേസ് വാക്സും ഉണ്ട്, ബിക്കിനി വാക്സും ഉണ്ട്. നമുക്ക് ഫേഷ്യൽ ഫേസ് വാക്സ് കൊണ്ടിട്ടുള്ള അത് എങ്ങനെ നമുക്ക് വർക്ക് ആവുമെന്നുള്ളത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ഇതിപ്പോൾ നമുക്കിത് കുറച്ച് പൗഡർ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് നമുക്കിടാം. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പൗഡർ നമ്മൾ ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് പച്ചവെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്യണമെന്നാണ്. പിന്നെ നമുക്ക് സിമെൻറ്റ് കുഴിയൊക്കെ എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് തിക്കായിട്ട് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. 3 മിനിറ്റ് ഇത് മിക്സ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു 3 മിനിറ്റ് അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് നമ്മൾ എവിടെയെങ്കിലും നമുക്കൊന്നൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അലർജി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പം നമുക്ക് സലൂണിൽ പോകാതെ ചെയ്യാൻ പറ്റില്ല, ഈസി അല്ലേ. ഇതുപോലെ 3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. തീരെ തിന്നാവാതെ ഇതുപോലെ ഫുള്ള് തിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെക്കാനാണ് അതിന് പറഞ്ഞിരിക്കുന്നത് അവർ. നമുക്ക് 10 മിനിറ്റ് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വൈപ്പ് ചെയ്യും, നല്ല പ്രസ് ചെയ്ത് വൈപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു വെറ്റായിട്ടുള്ള ഒരു ടിഷ്യൂ എടുത്തിട്ട് ഞാനിങ്ങനെ അത് വൈപ്പ് ചെയ്യുകയാണേ. നമ്മുടെ ഹെയറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ഇതുപോലെ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാനായിട്ട്. മുഖമൊക്കെ റെഡ് ആയിട്ടുണ്ട്, പൊള്ളിപ്പോയോന്നൊരു സംശയമുണ്ട്. എൻ്റെ മീശ കുറച്ചൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പോയി മീശയും താടിയും ഉള്ളവർക്ക് ഇത് ഉപയോഗപ്പെടട്ടെ. മീശയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫേസിൽ നല്ല ഹെയർ ഉണ്ട്, അതൊക്കെ പോയിട്ടുണ്ടോയെന്ന് നമുക്ക് ഇതൊന്ന് മൊത്തത്തിൽ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് നോക്കാമേ. അപ്പോൾ ഇത് പെട്ടെന്ന് ഞാനൊന്ന് വൈപ്പ് ചെയ്ത് കളയാം. കുറേയൊക്കെ ഹെയറൊക്കെ പോകുന്നുണ്ട്. അത് ഇളകുന്ന ഹെയറൊക്കെ ഈ പൗഡറിനകത്ത് തന്നെ മിക്സായി പോകുന്നു തോന്നുന്നു, കാണാനൊന്നുമില്ല. അപ്പോൾ ഇത് ഫുള്ള് വൈപ്പ് ചെയ്തെടുക്കുക. എനിക്ക് മുഖം ചെറുതായിട്ടൊക്കെ നീറ്റലുണ്ട് കേട്ടോ, ചെറിയ എരിച്ചിൽ പോലുണ്ട്. ഇതിപ്പോൾ എന്താണ്, നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ആ നോസിൻ്റെ അവിടെയൊക്കെ നല്ല റെഡ് കളറായിട്ടുണ്ട്. അവിടെയൊക്കെ കുറേയൊക്കെ ഹെയറൊക്കെ പോയി, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് 1-2 മുടിയൊക്കെ ഉണ്ട്, എങ്കിലും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫേസ് ഇവിടെയൊക്കെ ചെറിയതായിട്ട് നീറ്റലുണ്ട്, ഒരുമാതിരി തൊലി പോയ പോലൊരു ഫീലുണ്ട്. കറക്റ്റ് കണ്ടില്ലേ, ഇത് വൈകുന്നേരം ആയപ്പോൾ ഉള്ള ഇതാണ് കേട്ടോ. അവിടെ ഇങ്ങനെ വട്ടത്തിൽ അടയാളെ അവിടെ പൊള്ളിപ്പോയിട്ടുണ്ട് ഗൈസ്, പൊള്ളിപ്പോയിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്ത് ഞാൻ കുളിച്ച് വന്നതിന് ശേഷം ഉള്ളതാണ് ഇത്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഈ 10 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് വെക്കാൻ നിൽക്കണ്ട, ഒരു 8 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ വാഷ് ചെയ്തോളൂ, വൈപ്പ് ചെയ്തോളൂ. അപ്പോൾ എനിക്കിത് പൊള്ളിപ്പോയിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല, അവർ പറഞ്ഞ കറക്റ്റ് 10 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. 10 മിനിറ്റിന് മുന്നേ തന്നെ ഞാൻ എടുത്തു. എൻ്റെ 2 സൈഡും പൊള്ളിപ്പോയി. നല്ല നീറ്റലുണ്ട്, അടിപൊളി നീറ്റലുണ്ട്. നാളെ ആകുമ്പോൾ ഇത് കറുത്ത മാർക്കാവും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ സൂക്ഷിക്കുക. ഞാനിത് അടുത്ത ദിവസമാണ് വോയിസ് കൊടുക്കുന്നത്. അടുത്ത ദിവസമായപ്പോൾ ഇതിലിങ്ങനെ സ്ക്രാച്ച് നമ്മൾ കല്ല് വെച്ച് ഉരച്ചതുപോലെ ഒരു മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.